വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനത്തിൻ്റെ കവാടം തുറന്നു തരണമേ. ദൈവകൃപയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യനായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയത്തിനായിട്ട് എടുക്കുന്നത്. ഈ സംഭവം ഈശോ ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് രക്ഷകനായി ഈശോ വന്നിരിക്കുന്നു എന്ന സത്യം അംഗീകരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അവരെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ട സുവിശേഷ ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. അവിടെയാണ് ഈശോയുടെ രക്ഷയുടെ സാർവത്രികത, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നൽകാൻ വന്നവനാണ് ലോകരക്ഷകനായ മിശിഹ എന്നുള്ള സത്യം യഹൂദജനത്തെ മാത്രമല്ല സകലരെയും പഠിപ്പിക്കുന്നതിന് വിശുദ്ധ മത്തായി ശ്ലീഹ ആ തത്വം പഠിപ്പിക്കുന്നതിന് ഈശോയുടെ ജീവിതത്തിലെ ഒരു സംഭവത്തെ എടുത്ത് സുവിശേഷത്തിൽ പ്രതിപാദിക്കുകയാണ്. ഇപ്പോൾ കാനാൻകാരി എന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അന്യജാതിക്കാരിയാണ്. സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്ന് മർക്കോസ് സുവിശേഷകൻ നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷാകരമായ ദൈവിക പദ്ധതിയോട് ചേരുന്നവരല്ല എന്ന് യഹൂദന്മാർ വിധി എഴുതിയിരുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. അവൾ കരഞ്ഞപേക്ഷിക്കുകയാണ്. എന്താണ് അവളുടെ ഈ കരഞ്ഞുള്ള പ്രാർത്ഥന? മറ്റൊന്നുമല്ല, അവൾ പറയുകയാണ്, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. ദാവീദിൻ്റെ വംശത്തിലും ഗോത്രത്തിലും ജനിച്ച ലോകരക്ഷകനായ മിശിഹായെ ഇതാ യഹൂദന് മനസ്സിലാക്കാത്തപ്പോൾ അന്യജാതിക്കാരിയായ കാനാൻകാരിയായ ഒരു സ്ത്രീ രക്ഷകനായി ഏറ്റുപറയുകയാണ്. ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. കർത്താവേ എന്നാണ് വിളിക്കുന്നത്, രക്ഷക എന്നാണ് വിളിക്കുന്നത്. ഒന്നാമത്തെ അവളുടെ പ്രത്യേകത അതാണ്. യേശുവിൻ്റെ കർത്തൃത്വം, യേശുവിൻ്റെ രാജത്വം, യേശുവിൻ്റെ അധികാരം അതവൾ ഏറ്റുപറയുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒന്നാമത്തെ വികാരം ഇതാണ്. യേശുവിനെ കർത്താവായി രക്ഷകനായി ഏറ്റുപറയണം. അവൻ്റെ കർത്തൃത്വം അംഗീകരിക്കണം. അവൻ്റെ മഹത്വം പ്രഘോഷിക്കണം. യേശുവേ, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. രണ്ടാമതായി അവൾ ചെയ്യുന്നത്, അവളുടെ കാര്യം പറയുകയാണ്. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. അവളുടെ ജീവിത പ്രശ്നം പറയുകയാണ്. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. അപ്പോൾ അവൾക്കൊരു ബോധ്യമുണ്ട്. തൻ്റെ മകളെ ബാധിച്ചിരിക്കുന്ന പൈശാചികതയിൽ നിന്ന്, പൈശാചിക ക്രൂരതയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനാണ് ഈ രക്ഷകൻ.
ഈ വിവരം പറയുന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെയാണ് വിരോധാഭാസം നമ്മൾ കാണുന്നത്. യേശു ആകട്ടെ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു മൗനമാണ് അവിടെ നമ്മൾ കാണുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ മൗനമാണ് നമ്മൾക്കും കിട്ടാറുള്ളത്. കാരണം എന്താ? ഈ വചനം തുടർന്നങ്ങ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ, വിശ്വാസത്തെ വളർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ചോദിച്ചാൽ ഉടനെ മറുപടി പറയുന്നവനല്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ വർധനവിനനുസരിച്ച് കൃപ ചൊരിയുന്നവനാണ് എന്ന സത്യം. അവിടെയാണ് ഈശോ മൗനം പാലിക്കുകയാണ്. എന്നാൽ ഈശോയുടെ മൗനത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് വിട്ടുപോകാൻ ഈ സ്ത്രീ ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഒരുപക്ഷെ ഈശോയുടെ കർത്തൃത്വം ഏറ്റുപറഞ്ഞ് വീണ്ടും വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവണം. ഉടനെ മധ്യസ്ഥർ ഇടപെടുകയാണ്. ശിഷ്യന്മാർ ഈശോയുടെ പക്കൽ ഇവൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു വലിയ തലം നമ്മളവിടെ കാണുകയാണ്. ഈശോ മൗനം പാലിക്കുന്നിടത്ത് മൗനിയായ ഈശോയുടെ മൗനത്തിന് അറുതി വരുത്താൻ വിശുദ്ധരുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ ഈശോയുടെ മുമ്പിൽ പറയുകയാണ്, ഇവളെ പറഞ്ഞയച്ചാലും ഇവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുകയാണല്ലോ, അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. ശിഷ്യന്മാരുടെ മധ്യസ്ഥത അവൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ. അവരെന്താ മധ്യസ്ഥത വഹിച്ചത്? പുതിയ ഒരു കാര്യമല്ല, ഇവളായിരിക്കുന്ന അവസ്ഥയെയാണ് ഈശോയുടെ മുമ്പിൽ ശിഷ്യന്മാർ അവതരിപ്പിച്ചത്. അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു ഉത്തരവും പറയാതെ മൗനം പാലിക്കുമ്പോഴും അവളിതാ മൗനം പാലിക്കാൻ തയ്യാറാകാതെ നിരന്തരമായി നിലവിളിച്ച് നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാനാൻകാരിയെപ്പോലെ കർത്താവിൻ്റെ മഹത്വം ഏറ്റുപറയാനും നിലവിളിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കാനും വിശുദ്ധരെ കൂട്ടുപിടിക്കാനും കഴിയുമ്പോൾ ഈശോ സംസാരിക്കുന്ന ആദ്യ വാക്കുകൾ ഒരുപക്ഷെ നിഷേധാത്മകമെന്ന് നമുക്ക് തോന്നും. ഈശോ തൻ്റെ മൗനം അവസാനിപ്പിച്ച് സംസാരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു നിഷേധാത്മകമായ മറുപടി ഈശോയിൽ നിന്ന് വന്നത്? ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകൾക്ക് വേണ്ടി മാത്രമുള്ളവനാണ് രക്ഷകൻ എന്നുള്ള വിശ്വാസം ഈശോയുടെ പഠിപ്പിലല്ല, പിന്നെയോ അത് യഹൂദന്മാരുടെ പാരമ്പര്യമായിട്ടുള്ള വിശ്വാസമാണ്. അപ്പോൾ ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത് യഹൂദരോടാണ്. അവരുടെ വിശ്വാസത്തെ ഈശോ എടുത്ത് തിരുത്താനായിട്ട് ആ വിശ്വാസം എടുക്കുകയാണ്. എന്താ പറയുന്നത്? ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഈ കാനാൻകാരിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകൾക്ക് വേണ്ടി മാത്രമല്ലേ? അതാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ സ്ത്രീ വിടാൻ തയ്യാറായില്ല. അവൾ അവനെ പ്രണമിച്ച് കർത്താവേ എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. അപ്പോൾ നിലവിളിച്ചുകൊണ്ടിരുന്നവൾ കാലെ കെട്ടി വീഴുകയാണ്, പ്രണമിച്ച് കിടക്കുകയാണ്. എന്നിട്ട് കരഞ്ഞു വിളിക്കുകയാണ്, എൻ്റെ കർത്താവേ എന്നെ സഹായിക്കണമേ. പിശാച് ബാധിച്ച മകളുടെ പിശാചിനെ പുറത്താക്കണമേ എന്നല്ല, അവൾക്ക് വേണ്ടത് ഈശോയുടെ സഹായമാണ്. നാം ഇന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥന പലപ്പോഴും
നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അതുപടി നടന്നു കിട്ടാൻ വേണ്ടിയുള്ള ഒരു ദൈവിക ഇടപെടലിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ദൈവത്തിൻ്റെ ഒരു സഹായമാണ് ദൈവം തരുന്നത് എന്ന് നമ്മളാരും ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് ഈശോ വാഗ്ദാനം ചെയ്തത്, എന്നും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ. 33 വർഷക്കാലം ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് വിശ്വാസികളായ ദൈവമക്കളെ സഹായിച്ച ഈശോ ഇനി അങ്ങോട്ട് അവരുടെ വിശ്വാസ ജീവിതത്തിൽ സഹായിക്കാൻ സഹായകനായി പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു. പ്ലീസ് സ്ത്രീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കണം. കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് അവൾ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. സഹായിക്കണമേ, സഹായം മതി അവൾക്ക്. ഈ പിശാചിനെ പുറത്താക്കാൻ അവളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യാൻ അവൾ റെഡിയാണ്. അവൾക്ക് വേണ്ടത് അവൾക്ക് ഉള്ളത് അവൾ കൊടുക്കുക, വിശ്വാസം, അവളുടെ പ്രാർത്ഥന. അത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോവില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ കർത്താവെ നീ എന്നെ സഹായിച്ചാൽ മതി, ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്തോളാം എന്ന് പറയുമ്പോൾ വീണ്ടും അടുത്ത നിഷേധാത്മകമായ ഉത്തരമാണ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. മക്കളെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനം വിജാതീയരായ ഈ സ്ത്രീ അടക്കമുള്ള ആളുകളെ വിശേഷിപ്പിക്കുന്നതാണ് നായ്ക്കൾ. വിജാതീയരെ, അന്യമതക്കാരെ പട്ടികളെ പോലെ കണ്ടിരുന്ന ഒരു സംസ്കാരത്തിലാണ്, നായ്ക്കളെ പോലെ കണ്ടിരുന്ന ഒരു സംസ്കാരത്തിലാണ് ഈശോ നായ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ത്രീയെ എടുത്തിട്ട് അവളുടെ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്നത്. ഇത്രയായപ്പോൾ ദൈവപുത്രനായ മിശിഹായ്ക്ക് തൻ്റെ തന്നെ ജനത്തിൻ്റെ നിഷേധാത്മകതയെ ആവോളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മിശിഹായ്ക്ക് ഇവളുടെ വിശ്വാസത്തിന് മുമ്പിൽ തോറ്റുകൊടുക്കാനേ കഴിഞ്ഞുള്ളൂ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്നുള്ള യഹൂദന്മാരുടെ പ്രബോധനത്തെ യേശു ആവർത്തിച്ചപ്പോൾ അവൾ പറയുകയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അവകാശപ്പെട്ടതൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് ആ അപ്പക്കഷ്ണത്തിൻ്റെ ഓഹരി മേശപ്പുറത്ത് നിന്ന് താഴെ വീഴുമ്പോൾ അത് നായ്ക്കൾക്ക് കൊടുക്കുന്ന പോലെ നിൻ്റെ അത്ഭുത കൃപയുടെ ഭണ്ഡാരത്തിൽ നിന്ന് ഒരു ശകലം കിട്ടിയാൽ മതി, എന്നെ ഒന്ന് സഹായിച്ചാൽ മതി, എൻ്റെ മകളുടെ പിശാച് ബാധ വിട്ടുപോയിക്കോളൂ. ഇതാണ് വിശ്വാസം. ദൈവത്തിൻ്റെ ഒരു ശകലം കിട്ടിയാൽ മതി, ഒരു തരി കിട്ടിയാൽ മതി, ദൈവകൃപയുടെ ഒരു തരിയെങ്കിലും എനിക്ക് തരുവോ, എങ്കിൽ എൻ്റെ മകൾ രക്ഷപ്രാപിക്കുമെന്നുള്ള വിശ്വാസം. ഈശോ പറയുകയാണ്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. യേശു കൈവച്ച് പ്രാർത്ഥിച്ചില്ല. ഈ കാനാൻകാരിയുടെ വിശ്വാസത്തെ യേശു പ്രകീർത്തിച്ചുകൊണ്ട് നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് അവൻ അരുളി ചെയ്ത ആ സമയം മുതൽ പരിപൂർണ സൗഖ്യം അവൾക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഈ വചനത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ അനുദിന പ്രാർത്ഥനാ ജീവിതത്തിന് സഹായകരമായി നമുക്ക് ഈ വചനത്തിൽ നിന്ന് എടുക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം എപ്പോൾ എവിടെ പ്രാർത്ഥിക്കാനിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത്
ദൈവത്തിൻ്റെ മഹത്വവും കർത്തൃത്വവും ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നമ്മുടെ ജീവിത പ്രശ്നങ്ങളുമായി നമ്മൾ ഇരിക്കുമ്പോൾ, ആ പ്രശ്നങ്ങളല്ല ആദ്യം കൊണ്ടുവരേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് നമ്മൾ ഉദ്ഘോഷിക്കേണ്ടത്. കർത്താവേ, ദാവീദിൻ്റെ പുത്രാ, എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കർത്തൃത്വം ഏറ്റുപറഞ്ഞ ഈ കാനാൻകാരിയെ പോലെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകാം, ദൈവം ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാകാം, ദൈവത്തിൻ്റെ സർവ്വമഹത്വവും പ്രകീർത്തിക്കുന്ന വൻ കാര്യങ്ങളാകാം, അവയെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ കർത്തൃത്വത്തെ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കണം, ആരാധിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കാനാൻകാരി ചോദിച്ചത് കർത്താവിൻ്റെ സഹായമാണ്. കർത്താവിൻ്റെ സഹായം അവൾ ചോദിക്കുന്നതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അവൾ കരുണയാണ് ചോദിച്ചത്. നീ എന്നിൽ കനിയണമേ. കാരണം അവർക്കറിയാം അവൾക്ക് അർഹതപ്പെട്ട ഒരു കാര്യമല്ല അവൾ ചോദിക്കുന്നതെന്ന്. അവളുടെ അയോഗ്യത അവൾ തിരിച്ചറിഞ്ഞു. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പടി എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റെടുക്കേണ്ടത് നമ്മുടെ അയോഗ്യതകളെയാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുറവുകൾ തിരിച്ചറിയണം, നമ്മുടെ ബലഹീനതകൾ തിരിച്ചറിയണം. ആ ബലഹീനതകളുടെ മേൽ കരുണയുണ്ടാകാൻ കർത്താവേ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമതായി, ഇതിൻ്റെ തുടർച്ചയാണ്, ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഹായം ചോദിക്കണം. എന്നെ സഹായിക്കണമേ. ഞാൻ ഇതിനകത്ത് കരകയറാൻ എന്നെക്കൊണ്ടാവുന്നതെല്ലാം ചെയ്യാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ച ഒരു വ്യക്തി ചോദിക്കുന്ന ചോദ്യമാണ്, സഹായിക്കണേ, എന്നൊന്ന് സഹായിക്കാവോ? ഒരു കുഴിയിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ ആ കുഴിയിൽ നിന്ന് കര കയറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ താഴെ നിന്ന് അവൻ പറയുകയാണ്, ഞാനിതാ കൈ നീട്ടിത്തരാം, എന്നെ ഒന്ന് സഹായിക്കാവോ? ഒരു കയറിട്ട് തരാവോ? ആ കയറിട്ട് അതിൽ പിടിച്ച് കയറാൻ എന്നെ ഒന്ന് സഹായിക്കാവോ? ഈ മനുഷ്യൻ യാതൊരു പ്രതികരണവും ഇല്ലാതെ താഴെ നിൽക്കുകയാണെങ്കിൽ കയറിട്ട് കൊടുത്താൽ ആർക്കും പിടിച്ച് കയറ്റാൻ പറ്റില്ല. എന്നാൽ ഇവൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് അവിടെ നിന്ന് കയറ് കിട്ടുമ്പോൾ ആ കയറിൽ പിടിച്ച് കയറാൻ ശ്രമിക്കുന്നവനെ വലിച്ചു കയറ്റാൻ പുറകെ നിൽക്കുന്നവർക്ക് കഴിയും. അതാണ് സഹായം ചെയ്യുക എന്ന് പറയുന്നത്. ഇതുതന്നെയാണ് കാനാൻകാരിയും ചെയ്യുന്നത്. ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാവുന്നത് ചെയ്യാം, എന്നെ ഒന്ന് സഹായിക്കാവോ? നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവമാണ്. നമ്മുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും, നമ്മൾ ചെയ്യേണ്ട തിരുത്തലുകളും, നമ്മൾ നടത്തേണ്ട മനസാന്തരങ്ങളും, നമ്മൾ നടത്തേണ്ട രൂപാന്തരീകരണങ്ങളും ഒക്കെ നടത്താൻ നമ്മൾക്കുള്ള സന്നദ്ധത, നമ്മുടെ വിശുദ്ധീകരണത്തിനുള്ള ആഗ്രഹം ദൈവത്തിനു മുമ്പാകെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ സഹായമാണ് കിട്ടുന്നത്. പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട ആ ഒരു മനോഭാവം അതാണ്. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവം പലപ്പോഴും മൗനം പാലിക്കുന്ന രംഗം നമുക്ക് ഉണ്ടാവും. അവിടെയാണ് ശിഷ്യന്മാരുടെ മധ്യസ്ഥത ഈ കാനാൻകാരിക്ക് വേണ്ടി ഉണ്ടായിരുന്നത് പോലെ ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുള്ളതിനാൽ നമ്മളെ അലട്ടുന്ന എല്ലാ പാപങ്ങളും ഭാരങ്ങളും നമുക്ക് നീക്കിക്കളയാം. അപ്പോൾ നമ്മൾ വിളിക്കണം, പരിശുദ്ധ അമ്മയെ, വിശുദ്ധരെ ഒക്കെ നമ്മുടെ സഹായത്തിനായി, മധ്യസ്ഥതയ്ക്കായി വിളിക്കണം. നാലാമത്തെ കാര്യം അതാണ്. അത്രയുമാകുമ്പോൾ ഈശോ തൻ്റെ അധരം തുറന്നു. യഹൂദന്മാരുടെ ചിന്താഗതികളെ തിരുത്തിക്കുറിക്കാൻ വേണ്ടി അല്പം സമയമെടുത്തു എന്നുള്ളത് സത്യമാണ്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കരുത് എന്ന ആദ്യ നിഷേധാത്മക മറുപടി,
അത് കഴിഞ്ഞ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന മട്ടിലുള്ള ഈ പാവപ്പെട്ട സ്ത്രീയുടെ ശാഠ്യം, സ്നേഹത്തോടെയുള്ള ശാഠ്യം, എനിക്ക് മക്കൾക്കുള്ളതൊന്നും വേണ്ട, ആ കൃപയുടെ ഒരു തരി കിട്ടിയാൽ മതി, നായ്ക്കൾക്കായി വേസ്റ്റായി തള്ളിക്കളയുന്നതിന് ഒരു ഓഹരി കിട്ടിയാൽ അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് സൗഖ്യപ്പെട്ടുകൊള്ളും എന്നുള്ള ഒരു വലിയ വിശ്വാസത്തോടെ അവൾ വിടാതെ കരഞ്ഞ് നിലവിളിച്ച് കർത്താവിൻ്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പം കർത്താവിന് പിന്നെ തരാനുള്ള മറുപടി, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. ഈ ഒരു മറുപടി അവൾ പ്രാർത്ഥിച്ച കാര്യമല്ല, അവളുടെ ഉള്ളിലെ ആഗ്രഹം മുഴുവനൊന്നും അവൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അവൾ ചോദിച്ചത് എന്നെ സഹായിക്കണേ എന്ന് മാത്രമാണ്. എന്നാൽ അവൾ വിടാതെ കർത്താവിൻ്റെ പാദാന്തികത്തിൽ കെട്ടിപ്പിടിച്ച് കടന്നപ്പം അവൾക്ക് കർത്താവ് കൊടുക്കുന്ന മറുപടി എന്താ? നീ എന്താണോ മകളെ ആഗ്രഹിക്കുന്നത്, ഈ ആഗ്രഹിക്കുന്നത് പോലെ, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. പ്രിയപ്പെട്ടവ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മൗനത്തെ കീറിമുറിച്ച ഒരഭിഷേകം സ്വീകരിച്ച പാവപ്പെട്ട കാനാൻകാരി, ഒരുപക്ഷേ ബൈബിളിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രം കിട്ടിയിട്ടുള്ളൊരു അഭിഷേകമാണ്. നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. നീ ആഗ്രഹിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം നിനക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇതേ വഴിയിലൂടെ നീയും കടന്നു പോകണം. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, കർത്താവിൻ്റെ ശക്തിയും മഹത്വവും ഉദ്ഘോഷിക്കാൻ, അവിടുത്തെ പാടി പുകഴ്ത്തി ആരാധിക്കാൻ നീ തയ്യാറാണോ? നീ ആയിരിക്കുന്ന അവസ്ഥയും നിൻ്റെ ബലഹീനതകളും കുറവുകളും മനസ്സിലാക്കി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? നിൻ്റെ ജീവിതത്തിൽ നീ എടുക്കേണ്ട ചില നിലപാടുകൾ, തിരുത്തലുകൾ എടുക്കാൻ തയ്യാറായി കർത്താവെ നീ എന്നെ സഹായിക്കണമേ, ഞാനിതാ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സഹായം ചോദിക്കാൻ നീ തയ്യാറാണോ? ഈ സഹായത്തിന് വിശുദ്ധരെ കൂട്ടുപിടിക്കാൻ നീ തയ്യാറാണോ? ഈ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ കർത്താവിൻ്റെ പാദാന്തികത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കാൻ, എന്നെ അനുഗ്രഹിച്ചിട്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞ് പിടിച്ച യാക്കോബിനെ പോലെ താണ് വീണ് പ്രണമിച്ചുകൊണ്ട് പാദത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ കാനാൻകാരിയെ പോലെ തമ്പുരാൻ്റെ മുമ്പിൽ, അൾത്താരയ്ക്ക് മുമ്പിൽ, സക്രാരിക്ക് മുമ്പിൽ, തിരുവചനത്തിന് മുമ്പിൽ നിൻ്റെ ജീവിതത്തെ നീ അടിയറ വെച്ച് മണിക്കൂറുകൾ ഒരുപക്ഷെ നീ ദേവാലയത്തിൽ ഇരിക്കേണ്ടി വന്നേക്കാം, മണിക്കൂറുകൾ ദൈവവചനം വായിക്കാനായി നീ വിട്ടുകൊടുക്കേണ്ടി വന്നേക്കാം. മടി കൂടാതെ വചനത്തിന് മുമ്പിൽ, തിരുവസ്തിക്ക് മുമ്പിൽ, തിരുവചനത്തിൻ്റെ അത്ഭുത ശക്തിക്കും മഹത്വത്തിനും മുമ്പിൽ നിന്നെ തന്നെ അടിയറ വെക്കാൻ നീ തയ്യാറായാൽ ദൈവം നിന്നോട് പറയും, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. ആ നിമിഷം മുതൽ അവൾ അവളുടെ പുത്രിയുമായിട്ടൊന്നുമല്ല വന്നത്. സുവിശേഷത്തിൽ അങ്ങനെ രേഖപ്പെടുത്തുന്നില്ല. അവൾ നിമിഷത്തിൽ തന്നെ, നീ വചനം കേൾക്കുന്ന നിമിഷത്തിൽ, നീ കാനാൻകാരിയെ പോലെ പ്രാർത്ഥിക്കാൻ സന്നദ്ധനാണെങ്കിൽ നിൻ്റെ മക്കളുടെ ജീവിതത്തിലാകട്ടെ, നിൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിലാകട്ടെ, നിൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലാകട്ടെ, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കും. ഈ നിമിഷം മുതൽ സംഭവിക്കും. പക്ഷേ ഈ പടികളിലൂടെ നീ കടന്നു പോകണം. ദൈവം മഹത്വം ഏറ്റുപറയണം. നിൻ്റെ കുറവുകൾ നീ അംഗീകരിക്കണം, ഏറ്റുപറയണം. നീ തിരുത്താൻ തയ്യാറാകണം. എന്നിട്ട് സഹായം ചോദിക്കണം. വിശുദ്ധരുടെ മധ്യസ്ഥം തേടണം. തമ്പുരാൻ്റെ പാദാന്തികത്തിങ്കൽ വീണ് കിടക്കാൻ, വില കൊടുക്കാൻ, സമയം കൊടുക്കാൻ തയ്യാറാകണം. ഈ 5 കാര്യങ്ങൾ നിന്റെ പ്രാർത്ഥനയിൽ ഉണ്ടാവട്ടെ. അപ്പോൾ നീ ആഗ്രഹിക്കുന്നത് നിനക്ക് സംഭവിക്കട്ടെ എന്ന കർത്താവിൻ്റെ ആശീർവാദം നിനക്ക് സ്വീകരിക്കാൻ കഴിയും. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ,
അങ്ങയുടെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ച, അങ്ങയുടെ മഹത്വമേറ്റു പറഞ്ഞ, സ്വന്തം കുറവുകൾ സമർപ്പിച്ച് കരുണയായിരിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച കാനാൻകാരിയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോലന്മാർ അവൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു നിരയുണ്ടെന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിയട്ടെ. അവരെ വിളിക്കട്ടെ. നിലവിളിച്ച് കരയുമ്പോൾ ആ നിലവിളി ദൈവസന്നിധിയിൽ എത്തിക്കാൻ ഞങ്ങളോടൊപ്പമുള്ള വിശുദ്ധരെ ഞങ്ങൾ കാണുന്നു, മാലാഖമാരെ ഞങ്ങൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ എന്തുമാകട്ടെ, നിയോഗങ്ങൾ എന്തുമാകട്ടെ, കരമുയർത്തി സ്വർഗത്തിലേക്ക് ചിന്തകളെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന്റെ മഹത്വമേറ്റ് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രാർത്ഥനാ ഗീതങ്ങളോടൊപ്പം കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവമേ, ആരാധന. കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ, അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവേ, ആരാധന, 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 ആരാധന. നിന്റെ നാമം മഹത്വപ്പെടട്ടെ കർത്താവേ, നിന്റെ ശക്തി വെളിപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന വചനം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അയച്ചു തരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.